ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഉള്ളത് KTMൻ്റെ എൻഡ്യൂറോ 6 സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓട്ടിക്കാൻ ആഗ്രഹിച്ചതും ഓട്ടിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ബൈക്കായിരുന്നു. ഫൈനലി അതെൻ്റെ കയ്യിലെത്തി. അറൗണ്ട് 1 മന്തോളം എടുത്ത് ഞാനിത് ഓട്ടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്യൂക്ക് 390ലും പുതിയ അഡ്വഞ്ചർ എസ്സിലും കണ്ടുവരുന്ന അതേ സെയിം എഞ്ചിൻ തന്നെയാണ്. ട്യൂണിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 390cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 48 ഹോഴ്സ് പവറും 40 സംതിങ് ടോർക്ക് ഞാനങ്ങ് മറന്നു. സത്യം പറഞ്ഞാൽ വണ്ടി ഓട്ടിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് ഞാനങ്ങ് സത്യം പറഞ്ഞാൽ എന്താണെന്നുള്ള പറയാനുള്ള കാര്യം തന്നെ മറന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി ഒരു രക്ഷയില്ലാട്ടോ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് ബൈക്കാണ്, ഓഫ് റോഡ് റിവ്യൂ ആണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഓഫ് റോഡ് ചെയ്തില്ല. ഞാൻ അതിനേരം റോഡിൽ ഓടിച്ചാണ് ഞാനിപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നത്. അപ്പോൾ റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ഇപ്പോൾ ഈ കുഴിയിലൊക്കെ വരുമ്പോഴേ ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യം തന്നെ നമുക്ക് ആദ്യം പറയാം. ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ ട്രാഫിക് എത്തുമ്പോൾ കാലിലോട്ട് ഒരുവിധം അടിക്കുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ റൈഡിങ് ബൂട്ട്സ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാറാം. ഞാനാണെങ്കിൽ മഴയായതുകൊണ്ട് ബൂട്ട്സോ ഒന്നും എടുത്തിട്ടില്ല. കാറുകാരനെടുത്ത് പിന്നെ മഴയുണ്ട്. ഞാൻ ചെരുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് എൻ്റെ കാലിൽ നല്ലോണം ഹീറ്റ് അറിയുന്നുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഷൂസൊക്കെ പുള്ളിക്കാരൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് ഓട്ടിക്കുന്നത്. ഇങ്ങനെ ആരും എടുക്കരുത് കേട്ടോ. ആ കാറുകാരൻ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ വലത്തോട്ട് തിരിഞ്ഞ്, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റൈഡിങ് ബൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടി ഞാൻ 6 ഫുട്ടാണ് കേട്ടോ. 6 ഫുട്ടായിട്ട് ഞാൻ ടിപ്ടോയിലാണ്. ടിപ്ടോ എന്ന് വെച്ചാൽ അറൗണ്ട് ഒരുവിധം ഇങ്ങനെയാണ് കാല് നിൽക്കുന്നത്. എനിക്ക് ഇത്തിരി പാടുണ്ട് കാല് ഫുള്ളി പ്ലാന്റഡ് ആവാൻ. അഡ്വഞ്ചറിനെ കാട്ടി വണ്ടി നീളമുണ്ട്. അറൗണ്ട് 860 ആണെന്ന് തോന്നുന്നു. കറക്റ്റ് സീറ്റായിട്ട് എത്രയാണ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു എനർജറ്റിക് ഫീലുണ്ട് ഇത് ഓട്ടിക്കാനായിട്ട്. ഇപ്പം ബ്രേക്കിൻ്റെ കാര്യം തന്നെ പറയാം. റിയർ ബ്രേക്ക് സത്യം പറഞ്ഞാൽ നല്ല പിടുത്തമുണ്ട് കേട്ടോ. അതായത് സാധാരണ അഡ്വഞ്ചറിലൊക്കെ വരുമ്പോൾ റിയർ ബ്രേക്ക് അത്ര ബൈറ്റ് വരുന്നില്ല. ഇത് നല്ല ബൈറ്റ് വരുന്നുണ്ട്. റിയർ ഫ്രണ്ടും നല്ല കിടിലം ബൈറ്റാണ് വരുന്നത്. നമുക്ക് പിടിച്ച വണ്ടി നല്ല ഉറപ്പില്ല. ഞാൻ അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ കടവൂരിൽ നിന്ന് മറ്റേ ഹൈസ്കൂൾ ജംഗ്ഷനിലോട്ട് വരുന്ന വഴിയിൽ ഹൈസ്കൂൾ ജംഗ്ഷനിലോട്ട് വരുന്ന വഴിയിൽ ഒരു 10-60 വന്നുകൊണ്ടിരുന്നത്. 60 വന്നുകൊണ്ടിരിക്കകത്ത് പെട്ടെന്നൊരു ഓട്ടോക്കാരെടുത്ത് കുറുകെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് തട്ടിയെന്നാ, ഇടിച്ചെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇടിച്ചെടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ചു. അപ്പോൾ വണ്ടി ബ്രേക്ക് കൂടി ഫ്രണ്ടും ബാക്കും ഞാൻ പിടിച്ചത്. അപ്പോൾ വണ്ടി കിടിലമായിട്ടാണ് നിന്നത്. ഒരു ഡിലേയോ ഒന്നും നമുക്ക് തന്നില്ല. വണ്ടി കിടിലമായിട്ട് നിന്നു. ടയറിൻ്റെ ഗ്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ടയറാണ് വരുന്നത്. ഇതിലിപ്പം ഞാൻ നോക്കിയില്ല ഏത് ടയറാണെന്ന് കേട്ടോ. ഈ ബസ്സാരെന്ത് ഇങ്ങനെ പോകുന്നത്? വലത്തോട്ടാണ് പോകേണ്ടത്. ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങ് ഇടതെടുത്ത് പോത്തില്ലായിരുന്നോ. എന്ത് ന്യൂട്രൽ കാണിച്ച. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ, ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടായിരുന്നു, പക്ഷേ ന്യൂട്രൽ എന്നാണ് കാണിച്ചത്. അപ്പോൾ വണ്ടിയുടെ സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ എന്തോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയാം. സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ട് ഞാൻ അറൗണ്ട് ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ഓടിയെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇല്ല, കിലോമീറ്റർ ഓടിയത് അറിയാൻ വയ്യ. അത് അകത്ത് പോകണം. മെനു ഓടിച്ചിട്ട് ഇടയ്ക്ക് നോക്കിയാൽ ശ്രദ്ധ പോവും. അപ്പോൾ 10-60 കിലോമീറ്റർ കൂടുതൽ ഞാൻ ഇപ്പോൾ ഓടിച്ചു വണ്ടി. അപ്പോൾ വണ്ടി ഓടിച്ചതിൽ എനിക്ക് ഇതുവരെ ബാക്ക് പെയിനോ ഒരു തരത്തിലുള്ള വേദനയോ ഒന്നും വന്നിട്ട് നല്ല കംഫോർട്ട് വരുന്നുണ്ട്. സിംഗിളായിട്ടിരുന്നു. അപ്പം പില്ലിയനായിട്ട് ഞാൻ ഇരുന്ന് എൻ്റെ കൂട്ടാനിരുന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്, വണ്ടി കംഫോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് ബൈക്കാണ്. എവിടെ കൊണ്ട് കയറ്റിയാലും ഏത് ഓഫ് റോഡാണെങ്കിലും വണ്ടി സുഖമായിട്ട് കയറിപ്പം ഒരു എന്താ പറയുന്നത് പേടിയും കാണില്ല നമുക്ക്. അമ്മാതിരി കൺട്രോളാണ് ബൈക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നുമുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണോ ശരി, പവറിൻ്റെ കാര്യത്തിലാണല്ലോ ശരി, ലുക്സ് ആണെങ്കിലും ഒരുവിധം കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. പിന്നെ ആകെ ഞാൻ വണ്ടി നോട്ടീസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മിറർ മാത്രമേ ഉള്ളൂ. അത് ഈ മിററിൻ്റെ എന്തോ ലൂസായതും കണ്ടേ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ മിററിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു 4,500 RPM പോകുമ്പോൾ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ
വണ്ടിയുടെ ലുക്സും കിടിലുമാണ്. അതായത് ഫസ്റ്റ് ഹാഫ് എൻഡ്യൂറോടേതും സെക്കൻഡ് ഹാഫ് മറ്റേ ഇതിന് ഈ വർഷം ഇറങ്ങിയ അഡ്വഞ്ചറിൻ്റെ അതേ ലുക്കാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ. ടയേഴ്സും അലോയും മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതിന് കളർ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ചെറിയൊരു ഡിസ്പ്ലേ ആണ്, ഒത്തിരിയേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മിസ്സിംഗ് ആയിട്ട് തോന്നി, അതായത് മറ്റേ ഫ്യൂൽ ഇൻഡിക്കേഷൻ ലെവലില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. പറയാൻ കാരണം വെച്ചാൽ ഇതിലിപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഫ്യൂൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റും. ഇതിപ്പോൾ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞില്ല, അപ്പോൾ എത്രയോ കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇതിൽ റേഞ്ച് ആക്ടിവേറ്റ് ആവുന്നതെന്ന് തോന്നുന്നു. ഇതുവരെ ഡിസ്റ്റൻസ് ടു എംറ്റിയും കാണിക്കുന്നില്ല, ആകെ മൈലേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കുഴപ്പം ഞാൻ ഇത് കണ്ടുള്ളൂ, വേറൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഓഫ് റോഡ് പോകുമ്പോൾ ആരെങ്കിലും ഫ്യൂല് നോക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാനാണെങ്കിൽ പോകുന്നെങ്കിൽ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഫ്യൂല് നോക്കാതെ നോക്കിക്കൊണ്ട് ഓടിക്കത്തുള്ളൂ. പിന്നെ മൈലേജിന് വയ്ക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ കാണിക്കുന്നത് അറൗണ്ട് 22 km/L ആണ്. മൈലേജ് നല്ല കുറവാണ്. പക്ഷേ ഓഫ് റോഡ് പോകുമ്പോൾ ആരും എന്തായാലും മൈലേജ് നോക്കാൻ പോകുന്നില്ല. എല്ലാവരും ആ ഒരു ആനന്ദത്തിൽ മിക്കവാറും ഫസ്റ്റും സെക്കൻഡിലേക്കും കൂടുതൽ ഓടുന്നത്. അതും പറഞ്ഞാൽ വണ്ടി കിടിലാണ് കേട്ടോ ഓടിക്കാൻ. കോണറൊക്കെ ചെയ്യുമ്പോൾ എന്നാ കോൺഫിഡൻസ് എന്ന് വരുന്നത്. സ്റ്റോക്ക് ടയേഴ്സിൽ നമുക്ക് കിടത്തിയെടുത്തോണ്ടൊന്നും പോകാൻ തോന്നില്ല, സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ. എനിക്കങ്ങനെ തോന്നി. പക്ഷേ ഞാൻ അത്രയും പോയില്ല. ഞാൻ അവിടെ മണ്ണുണ്ടായിരുന്ന ഇത്തിരി പേടിച്ചാണ് ഓടിച്ചത്. പക്ഷേ വണ്ടി നല്ല രസമുണ്ട്, ഇരിക്കാൻ കംഫോർട്ടുണ്ട്, ലുക്സിന് ലുക്സ് ഉണ്ട്. പക്ഷേ ഹീറ്റിംഗ് ഇത്തിരി എനിക്ക് കൂടുതലായിട്ട് തോന്നി, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് പ്രിപ്പയർ ചെയ്ത് ഞാൻ എൻ്റെ എന്തൊക്കെ പറയണമെന്നെല്ലാം ഓർത്ത് വെച്ചു, പക്ഷേ മറന്നുപോയി എല്ലാം. വണ്ടി അമ്മാതിരി പെർഫോമൻസ് എനിക്ക് തന്നത്. കാരണം ഇടയ്ക്കല്ലേ, അതുകൊണ്ട് പാതി കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. ഇപ്പോൾ അടുത്ത മഴ പെയ്തു തുടങ്ങി, അതിനു മുമ്പ് എനിക്ക് എത്തണം. അതുപോലെ ബൈക്കിനെ കുറിച്ചാണെങ്കിൽ മഴയെ തുടങ്ങുന്നെടുത്ത് വീക്കാണല്ലോ, ഈ മഡ് ഗാർഡ് മൊത്തത്തില്ല, പാതിയല്ലേ ഉള്ളൂ. ഓഫ് റോഡിന് പോകുമ്പോൾ നമുക്ക് ചെളി ഇങ്ങനെ തിരക്കായിരിക്കാൻ വേണ്ടിയാണല്ലോ ബീക്കിൻ്റെ മെയിൻ ഇത്. പക്ഷേ ഇത് റോഡിൽ കൂടെ ഓടിച്ചപ്പോൾ വിറ്റെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ പോകുന്ന ആളെ ദേഹത്ത് വരെ ചെളി കരയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതെനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാണ് വന്നത്. ബാക്കിൽ നിന്നിട്ട് എൻ്റെ ദേഹത്തും ചെളി കരച്ചു. ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടായിരുന്നു മഴയത്തല്ല, മഴ കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചത്, ദേഹത്തൊന്നും ചെളിയാവാതിരിക്കാൻ വേണ്ടി. നല്ല രസമുണ്ട് ഓടിക്കാൻ വേണ്ടി. പിന്നെ പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കൈയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കിട്ടിലായിട്ട് കയറി പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കംഫോർട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മാമൂട്ടിൽ കടവിൽ നിന്ന് രാമംകുളങ്ങര വരെ ഒരുവിധം മോഷൻ റോഡാണ്. അതിൽ ഞാൻ ഒരു 50-60 പിടിച്ചാവുന്നു. എൻ്റെ അഡ്വഞ്ചർ വരുമ്പോൾ പോലും ഞാൻ എഴുന്നേറ്റ് ഇരിക്കാറുണ്ടെന്ന്. ആ ഇതെനിക്ക് ഇതുവരെ വന്നില്ല. വണ്ടി സ്മൂത്തായിട്ട് കുഴിയിലൊക്കെ താങ്ങിയെടുത്തുകൊണ്ട് പോയത്. അങ്ങനെ ഞാൻ മാമൂട്ടിൽ കടവിൽ നിന്ന് രാമംകുളങ്ങര വരുന്ന വഴിയിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് വഴിയൊന്നും എനിക്കറിയില്ല പുള്ളത്തങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വഴി നല്ല റോഡ് ടാറിട്ടാണ്, പക്ഷേ അത്ര പെർഫെക്റ്റായിട്ട് ടാറിട്ടല്ല, ഒരുവിധം നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണ്. ഇതിൽ ഞാൻ എൻ്റെ അഡ്വഞ്ചർ ബൈക്കിൽ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഓടിക്കുന്ന, അതായത് ആ കുഴി വലുതായിട്ട് നേരത്തെ അറിയാതിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പുതിയ എൻഡ്യൂറോയിൽ ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും വിചാരിച്ചില്ല. വണ്ടി 40-50 സുഖമായിട്ടാണ് പോകുന്നത്, കുഴി വീഴുന്നൊന്നും അറിയുന്നില്ല, അത്ര സ്മൂത്തായിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ് ഞാൻ കണ്ടത്. വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടും റെയറും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വണ്ടിയുടെ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ അഡ്വഞ്ചറിലോ ഡ്യൂക്കിലോ കണ്ടുവരുന്ന കൺട്രോൾസ് അല്ല, ഇതിനൊരു ജോയിസ്റ്റിക്കാണ്. സത്യം പറഞ്ഞാൽ KTM എന്ന് പറയുന്നത് ഓഫ് റോഡിങ്ങിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അഡ്ജസ്റ്റില്ല മെനുവിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇത്തിരി പാടായിരുന്നു ഒന്ന് ക്യാച്ചായി വരാൻ, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ യൂസ്ഡ് ആയി. പിന്നെ വണ്ടിയുടെ ഇഗ്നിഷനും കിൽ സ്വിച്ചൊക്കെ പഴയ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2025 KTM Enduro R റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.